അസ്സലാമലൈക്കും. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദൻ വഅലാ ആലിഹി വസഹബിഹി വസല്ലം. ഇന്ന് എല്ലാവർക്കും ഉപകാരമുള്ള ഒരു അറിവാണ് പറയുന്നത്. പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുവാൻ വേണ്ടിയിട്ട് പടച്ചവന്റെ അതിഭീകരമായ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കുവാൻ വേണ്ടിയിട്ട് എന്താണ് നമ്മൾ ഓതേണ്ടത്? പരീക്ഷണങ്ങൾ പലവിധമാണല്ലേ. രോഗങ്ങൾ കൊണ്ട് പരീക്ഷിക്കപ്പെടാം, അതുപോലെ തന്നെ പലവിധ കാര്യങ്ങളെ തൊട്ട് പരീക്ഷിക്കപ്പെടാം. നമ്മൾ ഏതെങ്കിലും ജോലിക്ക് പോകുമ്പോൾ അവിടെ തടസ്സങ്ങൾ നേരിടാം, അങ്ങനെ പരീക്ഷിക്കപ്പെടാം. മക്കളെ തന്ന് പരീക്ഷിക്കാം. മക്കളെ തന്നിട്ട് ഉമ്മാക്കും ബാപ്പാക്കും ഉപകാരമില്ലാത്ത മക്കളായിട്ട് അവര് വളരുന്നതിന് വേണ്ടിയിട്ട് അങ്ങനെ പരീക്ഷിക്കാം. പൈസയും സ്വത്തും മുതലുകളും അള്ളാഹു കൽപ്പിച്ച് തന്നിട്ട് അതിനെ തിരിച്ചെടുത്തുകൊണ്ട് പരീക്ഷിക്കാം. അല്ലെങ്കിൽ അത് നമുക്ക് സമാധാനമില്ലാത്ത ജീവിതം തന്ന് പരീക്ഷിക്കാം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. അതുപോലെ തന്നെ ശത്രുക്കളിൽ നിന്നും രക്ഷ നേടുന്നതിന് വേണ്ടിയിട്ട്, അതായത് ശത്രുക്കളെ കൊണ്ട് നമുക്ക് പരീക്ഷണങ്ങൾ ഒരുപാട് ഉണ്ടാക്കാം. അതുപോലെ തന്നെ അയൽവാസികളെ കൊണ്ടുള്ള ശല്യം, അതിൽ നിന്നൊക്കെ രക്ഷപ്പെടാനും പരീക്ഷണങ്ങളെ, അങ്ങനെയുള്ള പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തു രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുമുള്ള നല്ലൊരു ദുആയാണ് ഇൻഷാ അല്ലാഹ് ഇന്ന് പറയുന്നത്. എല്ലാവർക്കും അത് ഉപകാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പരീക്ഷണങ്ങൾ പലവിധമാണ്. അള്ളാഹു എല്ലാവിധ പരീക്ഷണങ്ങളെ തൊട്ടും നമ്മളെ എല്ലാവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എന്താണ് അതിന് ഓതേണ്ടത്? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ജഹദിൽ ബലാഇ വദറക്കി ശഖാഇ വസൂഇൽ ഖലാഇ വശമാസത്തിൽ അഗ്ദാ. ഇതാണ് ഓതേണ്ടത്. പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ തടയുന്ന, നമുക്ക് ആ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ കാക്കുന്ന ദുആയാണ്. അള്ളാഹുവിന്റെ അതിഭീകരമായ കഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് നമ്മളെ എല്ലാവരെയും റബ്ബ് കാക്കുമാറാകട്ടെ. അതോടൊപ്പം തന്നെ ഇത് ഓതുന്നതിലൂടെ നമ്മൾ അതിൽ നിന്നും രക്ഷപ്പെട്ട് നമ്മുടെ ജീവിതം സുന്ദരവും മനോഹരമുള്ളതുമാക്കട്ടെ. അള്ളാഹുവെ, കഠിനമായ പരീക്ഷണങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ മുങ്ങി നശിക്കുന്നതിൽ നിന്നും വിധിയുടെ തിന്മയിൽ നിന്നും എനിക്ക് ദുരിതമുണ്ടാകുന്നത് കണ്ട് ശത്രുക്കൾ സന്തോഷിക്കുന്ന അവസ്ഥയിൽ നിന്നും നിന്നോട് ഞാൻ രക്ഷ നേടുന്നു. വളരെ മനോഹരമായ അർത്ഥമാണല്ലേ. അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. കാരണം അതികഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് കാക്കുന്ന ഒരു ദുആയാണ്. ഇൻഷാ അല്ലാഹ് ഈ ദുആ എല്ലാവരും ജീവിതത്തിൽ ചൊല്ലുവാനും പതിവാക്കുവാനും, അതുപോലെ തന്നെ ജീവിതത്തിൽ ഉടനീളം അള്ളാഹു ഇത് ചൊല്ലുവാനും ദിവസേന ഒരു തവണയെങ്കിലും ചൊല്ലുവാനുമുള്ള തൗഫീഖ് അള്ളാഹു കനിഞ്ഞു നൽകുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ നമ്മുടെ ദുആ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ടും അള്ളാഹു എല്ലാവിധ ഹാജത്തുകളും ആഗ്രഹങ്ങളും എല്ലാം അള്ളാഹു നടത്തി തരുമാറാകട്ടെ എല്ലാവരുടെയും. അതുപോലെ തന്നെ എല്ലാ കടങ്ങളും ഇത്രയും പെട്ടെന്ന് കൊടുത്തു വിടുവാനുള്ള തൗഫീഖ് അള്ളാഹു ചൊരിയുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ ചാനൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. ലൈക്ക് ചെയ്യാതെ ഒരുപാട് ആളുകൾ ലൈക്ക് ചെയ്യാതെ വീഡിയോ കാണുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ലൈക്ക് ചെയ്യാൻ അള്ളാഹു തൗഫീഖ് തരട്ടെ. അതുപോലെ തന്നെ മറ്റുള്ളവരിലേക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിലൂടെ കിട്ടുന്നത് നിങ്ങൾക്കൊരു സ്വതക്കയാണ്, അത് പാഴാക്കി കളയാതിരിക്കുക. ഇൻഷാ അല്ലാഹ് ഈ അറിവ് പറഞ്ഞു തന്ന എന്നെയും എന്റെ കുടുംബത്തെയും നിങ്ങളുടെ ദുആയിൽ ഉൾപ്പെടുത്തുമല്ലോ. അതുപോലെ തന്നെ നിങ്ങളുടെ എല്ലാവരുടെയും ആവശ്യങ്ങളും ആഗ്രഹങ്ങളും ദുആയും അള്ളാഹുവിന്റെ മേൽ അർപ്പിക്കുന്ന ദുആ എല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അതുപോലെ തന്നെ മാറാ രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മാറാ രോഗങ്ങളും അതുപോലെ തന്നെ വന്ന രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആളുകൾ നമ്മുടെ കൺമുന്നിലുണ്ട്. അവർക്കെല്ലാം അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ മക്കളില്ലാതെ ഒരുപാട് പേർ വിഷമിച്ച് ഒരുപാട് കമന്റും മെസ്സേജുമായിട്ട്, വാട്സാപ്പിൽ മെസ്സേജുമായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും മക്കളില്ലാത്തവർക്ക് അള്ളാഹു മക്കൾ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതുപോലെ തന്നെ ഒരു വീട് വെക്കാൻ ആഗ്രഹിച്ചിട്ട് അത് നടക്കാതെ പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. അവരെയും അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. എല്ലാവിധ ചീത്തപ്പേരുകളെ കൊണ്ടും കാക്കട്ടെ. നമ്മളെ അതികഠിനമായ അള്ളാഹുവിന്റെ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഈ ദുആ നല്ലൊരു ദുആയാണ്. എല്ലാവരും ചൊല്ലുക, പഠിച്ചു വെക്കുക. അറിഞ്ഞുകൂടാത്തവർക്ക് പറഞ്ഞു കൊടുക്കുക, പഠിപ്പിക്കുക, നമ്മുടെ മക്കളെയും പഠിപ്പിക്കുക. നമ്മൾ അതികഠിനമായ പരീക്ഷണങ്ങൾ പലതുമാകാം, അത് ഏത് രീതിയിലുള്ളതാകണമെന്നില്ല. എല്ലാ രീതിയിലുമുള്ള അതികഠിനമായ പരീക്ഷണങ്ങളെ തൊട്ട് അള്ളാഹു നമ്മളെ ഇത് ഓതുന്നതിലൂടെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. നമ്മുടെ ജീവിതം ദീനീപരവും സ്വാലിഹിയുമായ നല്ല ജീവിതമായിട്ട് അള്ളാഹുവിന്റെ മുമ്പിൽ 5 നേരം നമസ്കരിച്ച്, കൃത്യമായിട്ട് തന്നെ നമസ്കരിച്ച് അള്ളാഹുവിനെ ദുആ ചെയ്ത് നല്ല
നല്ല ആളുകളായിട്ട് തന്നെ തീരുവാൻ വേണ്ടിയിട്ട് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും.